നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തോബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി തിരൂരങ്ങാടി നഗരസഭ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപനത്തിന്റെ ഭാഗമായി വാർഡ് തല മാലിന്യമുക്ത പ്രഖ്യാപനങ്ങൾക്ക് തുടക്കമായി. സർക്കാർ നിർദ്ദേശാനുസരണം മാർച്ച് 22 മുഴുവൻ വാർഡുകളും മാലിന്യമുക്തമായി പ്രഖ്യാപിക്കണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിന്റെ ചുവട് പിടിച്ച് തിരൂരങ്ങാടി നഗരസഭയിലും ഇതിനോടകം 3 വാർഡുകളെ മാലിന്യമുക്ത വാർഡായി പ്രഖ്യാപിച്ചു. ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർമാന്റെ വാർഡ് 37, വാർഡ് 12, വാർഡ് 15 എന്നിവയാണ് മാലിന്യമുക്ത വാർഡായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ വാർഡുകളിൽ ഹരിതകർമ്മസേനയുടെ വാതിൽപ്പടി മാലിന്യശേഖരണം 100% പൂർത്തീകരിച്ചിരിക്കുകയാണ്. വാർഡുകളിലെ മുഴുവൻ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അജൈവ പാഴ്വസ്തുക്കളുടെ ശേഖരണം പ്രത്യേക ഹരിതമിത്രം പോർട്ടൽ വഴി നിരീക്ഷിക്കുകയും മുഴുവൻ വീടുകളിലും സേവനം എത്തിയെന്ന് ഉറപ്പുവരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രഖ്യാപനം നടത്തിയത്. കൂടാതെ പൊതുസ്ഥലങ്ങളിൽ ഒന്നും തന്നെ മാലിന്യം കൂടിക്കിടക്കുന്ന അവസ്ഥയും നിലവിലില്ല. കൂടാതെ നഗരസഭാ പരിധിയിലെ വിദ്യാലയങ്ങൾ ഹരിത വിദ്യാലയങ്ങളായും ഓഫീസുകൾ ഹരിത ഓഫീസുകളായും മ്യൂസിയം ഹരിത മ്യൂസിയമായും 271 അയൽക്കൂട്ടങ്ങൾ ഹരിത അയൽക്കൂട്ടങ്ങളായും കലാലയങ്ങൾ ഹരിത കലാലയങ്ങളായും ആകുന്നതിനുള്ള നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ നഗരസഭയിലെ 15 വാർഡുകൾ 100% നേട്ടം കൈവരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള വാർഡുകൾ കൂടെ മാർച്ച് 30-നകം വാതിൽപ്പടി ശേഖരണം ഉറപ്പുവരുത്തി നഗരസഭ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ്. വാർഡ് തല മാലിന്യമുക്ത പ്രഖ്യാപനത്തിൽ വാർഡ് കൗൺസിലറും ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർമാനുമായ ഇസ്മായിൽ CP ഉദ്ഘാടനം ചെയ്തു. സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് AP മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മാലിന്യങ്ങളും വായുവസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സംസ്കാര ശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല. നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഞാൻ ഉപയോഗിക്കുകയില്ല. ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും. മാലിന്യമുക്ത നവകേരളത്തിനായുള്ള ജനകീയ ക്യാമ്പയിന് വേണ്ടി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. വാർഡ് കൗൺസിലർമാരായ ബാബുരാജൻ, അബ്ദുൾ ആസീസ, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് AP, ക്ലീൻ സിറ്റി മാനേജർ പ്രകാശൻ TK എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വാർഡിലെ ഹരിതകർമ്മസേനാ പ്രവർത്തകരായ വിജിഷ, രേഖ, അംബിക, ലീന, ബീന, കാർത്യായനി, ബുഷ്ര എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. വാർഡിലെ കുടുംബശ്രീ പ്രവർത്തകർ, വാർഡ് സാനിറ്റേഷൻ അംഗങ്ങൾ, ആശാപ്രവർത്തകർ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.